നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കേരള ബജറ്റ് 2025. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് 2025 ഫെബ്രുവരി 7 വെള്ളിയാഴ്ച ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ 5ാം ബജറ്റ് അവതരണമാണിത്. 2 മണിക്കൂർ 29 മിനിറ്റ് 38 സെക്കൻഡ് ദൈർഘ്യമുള്ള ബജറ്റ് അവതരണം ആയിരുന്നു. മുൻ ബജറ്റ് അവതരണങ്ങൾ 2021-22 ജൂൺ 4, 2021, 2022-23 മാർച്ച് 11, 2022, 2023-24 ഫെബ്രുവരി 3, 2023, 2024-25 ഫെബ്രുവരി 5, 2024. 2024-25 സാമ്പത്തിക വർഷത്തെ കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക് 6.5%, മുൻ വർഷത്തെ നിരക്ക് 4.2%. 2025 ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം. സർവീസ് പെൻഷൻ കുടിശ്ശികയായ 600 കോടി രൂപ ഈ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ തുകയിലെ 2 ഗഡുവും ഈ സാമ്പത്തിക വർഷത്തിൽ നൽകും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ 2 ഗഡു പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറ്റും. ഇത് 2000 കോടി വരും. വയനാട് പുനരധിവാസത്തിന് 750 കോടി. വയനാട്ടിലെ ദുരന്ത പുനരധിവാസത്തിനായി ആദ്യഘട്ടമായി 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും. മെട്രോ വികസനം. തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ 2025-26 ആരംഭിക്കും. കൊച്ചി മെട്രോയുടെ വികസനവും തുടരും. കോഴിക്കോട് മെട്രോയും യാഥാർത്ഥ്യമാക്കും. റോഡുകളും പാലങ്ങളും. സംസ്ഥാനത്ത് റോഡുകളും പാലങ്ങളും നിർമ്മിക്കാൻ 3061 കോടി രൂപ അനുവദിച്ചു. വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു. കോവളം ബേക്കൽ ഉൾനാടൻ ജലഗതാഗത ഇടനാഴി നിർമ്മിക്കും. ഇതിന് കിഫ്ബി വഴി 500 കോടി രൂപ അനുവദിക്കും. വിഴിഞ്ഞം തുറമുഖം 2028 പൂർണ്ണ സജ്ജമാകും. മുതലപ്പൊഴി ഹാർബർ നിർമ്മാണം 2026 പൂർത്തിയാക്കും. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കൽ. വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ നടപടികൾ സ്വീകരിക്കും. കെ-ഹോം പദ്ധതി. ഉപയോഗശൂന്യമായ വീടുകൾ അല്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ വിനിയോഗിച്ച് ടൂറിസം വികസനത്തിനായി കെ-ഹോം പദ്ധതി ആരംഭിക്കും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ഇത് പ്രാരംഭമായി നടപ്പാക്കുക. ഇതിലൂടെ വീട്ടുടമയ്ക്ക് വരുമാനവും വീടിന് സുരക്ഷയും ലഭ്യമാകും. KSRTCക്ക് സഹായം. KSRTCയുടെ വികസനത്തിന് 178.98 കോടി രൂപയും പുതിയ ബസ്സുകൾക്കായി 107 കോടി രൂപയും അനുവദിച്ചു. ലോക കേരള കേന്ദ്രം. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം പദ്ധതി. നാടൻ കലകൾ, കേരളീയ ഭക്ഷണം, വിനോദസഞ്ചാരികൾക്ക് താമസ സ്ഥലം എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി 5 കോടി രൂപ ചെലവഴിക്കും. തീരദേശ ഹൈവേ ടൂറിസം പദ്ധതി. ഈ പദ്ധതിക്കായി ഓരോ 25 കിലോമീറ്ററിലും ഭൂമി ഏറ്റെടുക്കും. ആകെ 161 ഏക്കർ ആവശ്യമായ ഇതിലേക്കായി 500 കോടി രൂപ അനുവദിച്ചു. ജിയോ ട്യൂബ് സ്ഥാപിക്കൽ. കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങൾ ജിയോ ട്യൂബ് സ്ഥാപിക്കും. ഇതിലേക്കായി 100 കോടി രൂപ വിലയിരുത്തി. ന്യൂ ഇന്നിങ്സ്. മുതിർന്ന പൗരന്മാരുടെ സാമ്പത്തിക ശേഷിയും അനുഭവ പരിചയവും ഉപയോഗപ്പെടുത്തി പുതു സംരംഭങ്ങൾ അല്ലെങ്കിൽ വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള ന്യൂ ഇന്നിങ്സ് പദ്ധതിയിലേക്കായി 5 കോടി രൂപ വിലയിരുത്തി. സൈബർ വിങ്. സൈബർ കുറ്റകൃത്യങ്ങളും വ്യാജ വാർത്തകളും തടയാൻ സൈബർ വിങ് വിപുലീകരിക്കും. ഈ പദ്ധതിക്കായി 2 കോടി രൂപ വിലയിരുത്തി. മാർഗദീപം സ്കോളർഷിപ്പ്. മാർഗദീപം സ്കോളർഷിപ്പിനായി 20 കോടി രൂപ അനുവദിച്ചു. കേന്ദ്രം നിർത്തലാക്കിയ സ്കോളർഷിപ്പ് പദ്ധതികൾ കേരളം തുടരും. കാർഷിക മേഖല. കാർഷിക മേഖലയ്ക്ക് 727.40 കോടി രൂപ ചെലവഴിക്കും. കേരള ഹെൽത്ത് ടൂറിസം ഹബ്.
കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കും. ഈ പദ്ധതിക്കായി 50 കോടി രൂപ വിലയിരുത്തി. കൊച്ചി മുസിരിസ് ബിനാലെ ഇതിലേക്കായി 7 കോടി രൂപ വിലയിരുത്തി. പുതിയ സർക്കാർ വാഹനങ്ങൾ. പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടി രൂപ വിലയിരുത്തി. MDക്ക് ആദരം. തിരൂർ തുഞ്ചൻ പറമ്പിൽ പഠന കേന്ദ്രം ആരംഭിക്കും. MD സ്മാരകവും നിർമ്മിക്കും. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ വിലയിരുത്തി. വയോജന സൗഹൃദ പദ്ധതി. വയോജന സൗഹൃദ കേരളം ആക്കാനുള്ള സമഗ്ര പദ്ധതിക്കായി 50 കോടി രൂപ വിലയിരുത്തി. വന്യജീവി ആക്രമണം തടയാൻ. വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമുള്ള പ്രത്യേക പാക്കേജ് ആയി 50 കോടി രൂപ അനുവദിച്ചു. പാമ്പുകടി മരണങ്ങൾ ഒഴിവാക്കാൻ 25 കോടിയും. പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കും. ഇതിലേക്കായി 15 കോടി രൂപ വിലയിരുത്തി. പോർട്ടബിൾ ABC അനിമൽ ബർത്ത് കൺട്രോൾ സെൻ്ററുകൾ. തെരുവുനായ ആക്രമണം തടയാൻ ABC കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് തെരുവ് നായകളുടെ വന്ധ്യകരണം കാര്യക്ഷമമായി നടപ്പാക്കാനുള്ള പദ്ധതിക്ക് 2 കോടി രൂപ വിലയിരുത്തി. ആർട്ടീരിയ പദ്ധതി. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ചുമരുകൾക്ക് സൗന്ദര്യം പകരാൻ നടപ്പിലാക്കിയ ആർട്ടീരിയ പദ്ധതി മറ്റു നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ഗ്ലോബൽ ഡയറി വില്ലേജ്. ധർമ്മടത്ത് ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കും. ഇതിൻ്റെ ചെലവ് 130 കോടി രൂപ. ടിക്കറ്റ് സംവിധാനം. 10 വർഷം മുൻപ് തുടങ്ങുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത സിനിമ ടിക്കറ്റ് സംവിധാനം നടപ്പിലാക്കും. സ്റ്റുഡൻറ് സേവിംഗ് സ്കീം. എല്ലാ സ്കൂളുകളിലും ദേശീയ സാമ്പത്തിക പദ്ധതിയുടെ സ്റ്റുഡൻറ് സേവിംഗ് സ്കീം ആരംഭിക്കും. സ്കോളർഷിപ്പ് പദ്ധതി. സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും റെഗുലർ ഫുൾ ടൈം ഗവേഷണം നടത്തുന്നവർക്ക് പ്രതിമാസം 10,000 രൂപയുടെ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കും. പൊന്മുടി ബ്രൈമൂർ റോപ്പ് വേ. മലയോര മേഖലയിലെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൊന്മുടി ബ്രൈമൂർ റോപ്പ് വേ നിർമ്മാണത്തിനായുള്ള സാധ്യതാ പഠനത്തിനായി 50 ലക്ഷം രൂപ നീക്കിവച്ചു. പർവ്വതമാല പരിയോജന പദ്ധതിയിലാണ് റോപ്പ് വേക്ക് കേന്ദ്രം ധനസഹായം നൽകുന്നത്. മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങളുടെ വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കും. വരുമാന സഹായ പദ്ധതി. പരമ്പരാഗത തൊഴിൽ മേഖലകളായ ബീഡി, ഖാദി, മുള, ചൂരൽ, മത്സ്യബന്ധനവും സംസ്കരണവും, കയർ എന്നിവയിലെ തൊഴിലാളികൾക്ക് 1250 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന വരുമാന സഹായ പദ്ധതിക്കായി 100 കോടി രൂപ വിലയിരുത്തി. വ്യവസായ മേഖലയ്ക്കായി 1831.36 കോടി രൂപ വിലയിരുത്തി. 6 നിക്ഷേപ വികസന പദ്ധതികൾ. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ത്രികോണം പദ്ധതി. വിഴിഞ്ഞത്തെ ലോകോത്തര കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി മാറ്റുന്നതിൻ്റെ ഭാഗമായുള്ള പദ്ധതി. വെസ്റ്റ് കോസ്റ്റ് കനാൽ സാമ്പത്തിക വികസനം. തിരുവനന്തപുരം ഔട്ടർ ഏരിയ വളർച്ച ഇടനാഴി. ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻ്ററുകൾ. IIT പാർക്കുകൾ. കൊല്ലം 2 എണ്ണം, കണ്ണൂർ 1, സയൻസ് പാർക്ക് കൊച്ചി, തിരുവനന്തപുരം. IT ഇടനാഴി. IT മിഷന് 134.03 കോടി രൂപ. ഈ പദ്ധതികൾക്കായി 1895 കോടി രൂപ മാറ്റിവെച്ചു. കൂടാതെ ബാർ ഹോട്ടലുകൾക്കും ഫ്ലഡ് സെസ്സിനും ആനസ്റ്റി പദ്ധതിയും ഡിസ്റ്റിലറികൾക്ക് കുടിശ്ശിക തീർപ്പാക്കാൻ പ്രത്യേക പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആനിമേഷൻ, വിഷ്വൽ എഫക്റ്റ്, ഗെയിമിംഗ്, കോമിക്സ് മേഖലകൾ സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രമാക്കാൻ പുതിയ പദ്ധതി ആവിഷ്കരിക്കും. സ്കൂൾ അധ്യാപകരുടെ കാര്യക്ഷമത ഉറപ്പാക്കാൻ SCERTയുടെ നേതൃത്വത്തിൽ പുതിയ പദ്ധതി കൊണ്ടുവരും. സംസ്ഥാന റിമോട്ട് സെൻസിംഗ് സെൻ്ററിന് 13.30 കോടി രൂപയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കായി ആകെ 795.09 കോടി രൂപയും അനുവദിച്ചു. വേതന വർധനവ്. ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം 5% വർദ്ധിപ്പിക്കും.
മൂലധന വർധനവ്. പ്രമുഖ പൊതുമേഖലാ ധനസ്ഥാപനമായ KSFBയുടെ അംഗീകൃത മൂലധനം 100 കോടിയിൽ നിന്ന് 200 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു. നികുതി വർധനവ്. ഭൂനികുതി സ്റ്റാമ്പുകളിൽ 50% വർധനവ് ഉണ്ടാകും. കോടതി ഫീസ്, ആർബിട്രേഷൻ, ലാൻഡ് അക്വിസിഷൻ റഫറൻസ്, പൊതുതാൽപര്യ ഹർജി എന്നിവയുടെ ഫീസ് വർദ്ധിപ്പിച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചു. 15 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 8% അധിക നികുതി, 20 ലക്ഷത്തിന് മുകളിലുള്ളവയ്ക്ക് 10% അധിക നികുതി. വർധനവില്ല. ക്ഷേമ പെൻഷനിൽ വർധനവില്ല. 3 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായത്തിലെ കുറവ് സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമായെന്ന് ധനമന്ത്രി പ്രസ്താവിച്ചു. ബജറ്റിൻ്റെ പൂർണ്ണരൂപം ധനകാര്യ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.